ചാനൽ ചർച്ചയ്ക്കിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ ബി.ജെ.പി. നേതാവ് പ്രിന്റു മഹാദേവ് കീഴടങ്ങി. ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ അയനിക്കുന്നത്തിന്റെ വീട്ടിലടക്കം പോലീസ് പരിശോധന നടത്തുന്നതിന് പിന്നാലെയായിരുന്നു കീഴടങ്ങൽ. കുന്നംകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയ പ്രിന്റുവിന് കോടതി ജാമ്യം അനുവദിച്ചു. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും. തൃശ്ശൂരിൽ നിന്ന് അമൽ, കീഴടങ്ങുന്നു, തൊട്ടു പിന്നാലെ കോടതിയിൽ ഹാജരാക്കുന്നു, ഒടുവിൽ പ്രിന്റു മഹാദേവിന് ജാമ്യം അനുവദിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏതാണ്ട് 1-2 മണിക്കൂറിനുള്ളിൽ ഈ നടപടിക്രമങ്ങളാകെ പൂർത്തിയാവുകയും ചെയ്തല്ലോ. അങ്ങനെ തന്നെയാണ്. 7:30 കൂടിയാണ് ഈ പ്രിന്റു മഹാദേവൻ ബി.ജെ.പി. നേതാക്കൾക്കൊപ്പം പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ സ്വമേധയാ കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ നേരെ കുന്നംകുളം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയായിരുന്നു. തുടർന്ന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഏതായാലും ഇന്ന് പകൽ മുഴുവൻ പോലീസിന്റെ വ്യാപകമായ തിരച്ചിലായിരുന്നു. തൃശ്ശൂരും മലപ്പുറം അടക്കമുള്ള, അതായത് പ്രിന്റു മഹാദേവന്റെ വീടുള്ള മലപ്പുറം അടക്കം പരിശോധനകൾ നടത്തിയിട്ടും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനെ തുടർന്ന് വൈകിട്ട് ബി.ജെ.പി. നേതാക്കൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ മുൻകൂട്ടി അറിയിച്ചത് പ്രകാരം എത്തി കീഴടങ്ങുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു കോൺഗ്രസിനും CPM തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു വാക്കുവാദത്തിലേക്ക് ഇന്ന് സഭ വേദിയാവുന്ന ഒരു കാഴ്ചയായിരുന്നു പകലെല്ലാം കണ്ടത്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു വാക്പോരിലേക്ക് തന്നെ അത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബി.ജെ.പിയും CPM തമ്മിലുള്ള ഒരു സന്ധിയാണ് ഇതിന്റെ കാരണമെന്നും രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ TV ചാനൽ ചർച്ചകൾക്കിടയിൽ വധഭീഷണി മുഴക്കിയ പ്രിന്റു മഹാദേവനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് അപ്പോൾ സുഹൃത്തുക്കളെ കണ്ടില്ലേ, അറസ്റ്റും ജാമ്യം, പെരിയിൽ തിരിച്ചെത്തലും വാർത്താ സമ്മേളനം നടത്തലും ഒക്കെ കഴിഞ്ഞു. എന്ത് സുഖം! BJP ആയാൽ മതി, ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഒന്നിട്ട് ആലോചിച്ച് നോക്കണം. BJP ആയാൽ മതി, ഒരു പ്രശ്നവുമില്ല. ജാമ്യം വരെ റെഡിയാ. മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലാണ് ഹാജരാക്കിയത്. സഡൻ നടപടി. 1 മണിക്കൂർ പോലും പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. അത് ആ ധാരണയാണ്. ഹാജരാക്കുക, ജാമ്യം കൊടുക്കുക, വേറെ ഒന്നും ഉണ്ടാകുന്നിട്ടോ. ഈ വിവാദം ഒന്നുകൊണ്ട് കെട്ടടങ്ങാൻ അറസ്റ്റ് ചെയ്തോടി. ആ ധാരണയാണ്. നിങ്ങളൊന്നത് ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ. ആ ഷാജാൻ, യൂട്യൂബർ ഷാജാൻ, പേരെടുത്ത് പറഞ്ഞിട്ടില്ല. വീഡിയോ, നഗ്ന ചിത്രങ്ങളോ സെക്സ് ചിത്രങ്ങളോ ഒന്നും വീഡിയോ പ്രദർശിപ്പിച്ചിട്ടില്ല. എറണാകുളത്ത് ഒരു വനിതാ നേതാവിൻ്റെ വീട്ടിൽ ഒരു MLA കയറി വന്നു, അങ്ങനെ പറഞ്ഞത്. അതിന് ആദ്യം ഒന്ന് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി വൈകുന്നേരം വിട്ടയച്ചു. പിറ്റേന്ന് വീണ്ടും ഈ വനിതാ നേതാവിൻ്റെ പരാതിയിൽ വീട് വളഞ്ഞ് ആ മകനെ അടക്കം, 20 വയസ്സ് താഴെയുള്ള ആ മകനെ അടക്കം പോലീസുകാർ ചോദ്യം ചെയ്തു, ഭാര്യയെ ചോദ്യം ചെയ്തു, വിറപ്പിച്ചു, നെട്ടിച്ചു. എന്നിട്ട് ഷാജാൻ അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകളോളം അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് കോടതിയിൽ ഹാജരാക്കുകയാണ്, ജാമ്യമില്ലാത്ത ഒപ്പിട്ട് കാണ്ട്. എന്നിട്ട് കോടതിനെ ചോദിക്കുകയാണ്, ഇയാൾ അശ്ലീലം പറഞ്ഞത് എവിടെ നിന്ന് കാണിച്ചു തരികയും. എന്നാലേ ഇത് നിലക്കുള്ളൂ. അത് കാണിച്ചു കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് ജാമ്യം കിട്ടിയത്. നിങ്ങൾ നോക്കണേ, എത്ര പെട്ടെന്ന് കോടതിനെ ചോദിക്കുക എങ്ങനെ 3 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് തിരുവനന്തപുരത്ത് എത്തിയത്. നിങ്ങൾ നോക്കി നടപടി എങ്ങനെ പോയത് നോക്കിയോളൂ. മറ്റത് വനിത CPM പരാതിയാണ്. ഇത് BJP ആണ് പ്രതി. രണ്ടിട്ടുള്ള മാറ്റം നോക്കണം. ഷാജാൻ നിശ്ചിതമായി പിണറായിയെ വിമർശിക്കുന്ന ആളാണ്, LDF സർക്കാരിനെ വിമർശിക്കുന്ന ആളാണ്. അപ്പോൾ അറസ്റ്റ് നോക്കണം. 2 ദിവസം അറസ്റ്റ്. തലേന്നൊന്ന് അറസ്റ്റ് ചെയ്ത് വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിൽ വിട്ടയച്ചു, ചോദ്യം ചെയ്ത് കണ്ടു. കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഫോണും ഒക്കെ പിടിച്ചെടുത്തു. സംഭവം എന്താ? പേരെടുത്തിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു തെളിവോ രേഖയൊന്നും പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ ഇയാളെ അറസ്റ്റ് ചെയ്ത് 14 ദിവസം റിമാൻഡിൽ പാർട്ടിൻ്റെ സർക്കാരിൻ്റെ പിണറായിൻ്റെ ആവശ്യമില്ല. ഇപ്പുറത്തോ രാഹുൽ ഗാന്ധി. ആരാ രാഹുൽ ഗാന്ധി? ഈ പിണറായിൻ്റെ വയറ്റൊരു സ്വറ്റ മുഖ്യമന്ത്രിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. ആരാ രാഹുൽ ഗാന്ധി? മുത്തശ്ശി വെടിയേറ്റാൻ മരിച്ചത്, അംഗരക്ഷകരെ വെടിയേറ്റാൻ മുത്തശ്ശി മരിച്ചത്. രാജീവ് ഗാന്ധി എങ്ങനെയാണ് മരിച്ചത്? രാജീവ് ഗാന്ധി തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പുത്തൂരിൽ എങ്ങനെയാണ് മരണപ്പെട്ടത്? ബോംബ് വെച്ച് ചിതറിയേക്കാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അതീവ സുരക്ഷ കാറ്റഗറിയിൽപ്പെട്ട സുരക്ഷ ഉണ്ട്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ആ കുടുംബത്തിനൊക്കെ സുരക്ഷ കൊടുക്കണം എന്നാണ് നിർദ്ദേശം. അത്തരത്തിലുള്ളൊരു നേതാവാണ് രാഹുൽ ഗാന്ധി. അതുമാത്രമാണോ? 2024 നരേന്ദ്രമോദി EVM-ലും വോട്ടിലും തട്ടിപ്പ് നടത്തിയില്ലെങ്കിൽ ഇന്ന് പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി മുദ്രാവാക്യം നടത്തിയ ആൾക്കെതിരെ കോൺഗ്രസ് ഒന്ന് പരാതി വരാൻ നിൽക്കണം, നടപടിയെടുക്കാൻ. കോൺഗ്രസ് പ്രതിഷേധം നടത്താൻ നിൽക്കണം, നടപടിയെടുക്കാൻ വേണ്ട.
പിന്നെ സ്വമേധയാ പോലീസിന് കേസെടുക്കുക, സർക്കാരിന് നിർദ്ദേശം കൊടുക്കുക കേസെടുക്കാൻ. സ്വമേധയാ തന്നെ പോലീസിന് കേസെടുക്കുക, സർക്കാരിന് നിർദ്ദേശം കൊടുക്കുക. അത് മാത്രമാണോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുക്കണ്ടേ കേസെടുക്കാൻ? കൊടുത്തോ? ഇല്ല. നിയമസഭയിൽ പ്രതിപക്ഷം ഇതാവശ്യപ്പെട്ടപ്പോൾ സ്പീക്കർ എന്താ മറുപടി പറഞ്ഞ് അത് അത്ര ഗൗരവമുള്ള കാര്യമല്ല, നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. മുഖ്യമന്ത്രി അതിനെ പുച്ഛിച്ച് തള്ളിയേക്കുക. ഈ മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്നാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, കേസെടുക്കൂലേ? എന്തിനൊരു കറുത്ത തുണി കാട്ടിയതിന് കേസെടുത്ത ആളല്ലേ ഇയാൾ? അല്ലേ? ഇയാൾക്കെതിരെ ആരെങ്കിലും ഒരു ഭീഷണി മുഴക്കി അപ്പം കേസെടുക്കൂലേ? സംഗതി എത്ത ഇയാൾ? ഇതൊന്ന് ഇറങ്ങിപ്പോയി കിട്ടിയാൽ ഈ രാജ്യം രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്ന ആളുകളാകുമ്പോൾ ഇയാൾക്കെതിരെ ആരെങ്കിലും ഒരു മൂക്കിൽ ഷൂളിട്ട ഇയാൾ കേസെടുക്കൂലേ? ഇയാളെ പോലീസ് കേസെടുക്കൂലേ? അതേമാതിരിയാണ് രാഹുൽ ഗാന്ധി. IT എത്രയോ മടങ്ങ് മേലെയല്ലേ രാഹുൽ ഗാന്ധി? അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്നും രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തുന്ന ഈ ആളെ പേരിൽ പിന്നെ കേസെടുത്ത് നടപടി വെച്ച് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യണം മുഖ്യമന്ത്രിക്കില്ലേ? എന്നിട്ടുണ്ടായ അവിടെ എന്നിട്ട് നോക്കിയാണ് അറസ്റ്റ്, സ്വമേധയാ കീഴടങ്ങിക്കുക. പോലീസിൻ്റെ ഒരു അധ്വാനമില്ല. അവിടെ റെയ്ഡ് നടത്തി, ഇവിടെ റെയ്ഡ് നടത്തി, അവിടെ കറങ്ങി, ഇവിടെ കറങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. സ്വമേധയാ പോലീസിൽ പോയി കീഴടങ്ങി. ഒരു മിനിറ്റ് പോലും പോലീസ് സ്റ്റേഷനിൽ എത്തിയില്ല. കോടതിക്കൊന്നും കൊണ്ടുപോകേണ്ട കോടതി ഉണ്ടോ ഇല്ല ഒന്നും വിഷയമല്ല. ഷാജഹാനാണെങ്കിൽ കോടതി ഉള്ളോ ഇല്ലാത്തൊക്കെ വിഷയക്കാരും. കോടതി ഉണ്ടോ ഇല്ലേ അതൊന്നും വിഷയമല്ല. പിന്നെ നേരെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഹാജരാക്കി ജാമ്യം വാങ്ങി കൊടുത്ത് പോലീസ് ജീപ്പ് തന്നെ മൂപ്പരെ വരെയും കൊണ്ടുപോയി ഇറക്കി കൊടുത്ത്. ഇതാണ് BJP CPM ഡീല്. ഇതാണ്. ഒരു BJPക്കാരനും ഒരു കേസിലും ഈ സംസ്ഥാനത്ത് പ്രതിയാവില്ല, ജയിലിൽ കിടക്കും. ഈ രാജ്യത്തെ പോലീസിനെ കൈകാര്യം ചെയ്യുന്നത് വത്സൻ തില്ലങ്കേരിയാണ് എന്നുള്ളത് മനസ്സിലാക്കാത്തതിന് അങ്ങേപ്പുറത്തേക്ക് ഞാൻ വേണം. നിങ്ങളൊന്നുകൊണ്ട് ആലോചിച്ച് നോക്കി കൂട്ടരെ. ഈ പിണറായി ഈ സംസ്ഥാനം ഭരിക്കുമ്പം ഒരു BJPക്കാരൻ ഒരു കേസിൽ പ്രതിയാകുന്നില്ല, ശിക്ഷിക്കപ്പെടുന്നില്ല, എല്ലാ കേസുകളും തീർപ്പാക്കുകയാണ്. BJPൻ്റെ ഒരു പ്രതിഷേധ പ്രകടനം ഈ സർക്കാരിനെതിരെയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയോളി, എല്ലാ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയോളി. ഒരു BJPക്കാരൻ ഇവിടെ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇത് BJPയും CPMഉം തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണ് എന്നുള്ളത് മൊത്തത്തിൽ കേരള സമൂഹത്തിന് വ്യക്തമായി കഴിഞ്ഞു. സഖാക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ലെവലേസ് ഉളുപ്പ് അതിന് പിരിവ് കിട്ടി ആ നക്കാപ്പിച്ച കിട്ടി ജീവിക്കുന്നതിന് പകരം ഈ രാജ്യത്ത് സംഘപരിവാർ RSS ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ ഈ പിണറായിയെ എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്ത് നിറക്കി വിടണം. ഇല്ലെങ്കിൽ ഈ പിണറായിയിലൂടെ രാജ്യത്ത് സംഘപരിവാർ RSS ആധിപത്യം സ്ഥാപിച്ചെടുക്കും. ഈ കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട. മാപ്പിള സഖാക്കളൊക്കെ പ്രത്യേക ഓർക്കുക, RSSനെ വളർത്തിക്കൊണ്ടിരുന്നത് പിണറായിയാണ്. ഈ കാര്യത്തിൽ വെറും 4 വോട്ടിന് എന്തെല്ലാം ചെറ്റത്തരങ്ങളാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പ് ഒരിക്കൽ ഇയാൾ പ്രസംഗിച്ചു, 4 വോട്ടിന് വേണ്ടി ചെറ്റത്തരം ചെയ്യുന്ന പാർട്ടിയല്ല. എന്നിട്ടോ ആഗോള അയ്യപ്പ സംഗമം. നിങ്ങളൊന്നുകൊണ്ട് ആലോചിച്ച് നോക്കി, എന്തെല്ലാം ട്രോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം. പിന്നെ വർഗീയവാദിന്ന് പലവട്ട നായികക്ക് 40 വട്ടം പിണറായി വിജയൻ തന്നെ പറഞ്ഞ വെള്ളാപ്പള്ളിനെ സ്വന്തം കാറിൽ കയറ്റി കൊണ്ടുകാണ്ട് ശബരിമലയിൽ കൊണ്ടുകാണ്ട് ഇറക്കിക്കുക. പിന്നെ ഇപ്പുറത്ത് സുകുമാരൻ നായർ, പിന്നെ മാതാ അമൃതാനന്ദ മൊയ്നെ, കടപ്പുറം സുധാമണി എന്നാണ് പറയുന്നത്, ആൾദൈവം എന്നൊക്കെ പറഞ്ഞത്. അതിന് പോയി കെട്ടിപ്പിടിച്ചൊക്കെ ആരണിച്ചിക്കുക. 4 വോട്ടിന് വേണ്ടിയിട്ടല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എങ്ങന്മാരെ? ഇപ്പം ഈ അണികൾ എവിടെ നിൽക്കേണ്ടതെന്ന് അണികൾക്ക് തന്നെ യാതൊരു ബോധവുമില്ല. എവിടെയാണ് അണികൾക്ക് നിൽക്കേണ്ടത്? ഇപ്പം പിന്നെ നമ്മുടെ ഗോവിന്ദ സഖാവ് നമ്മളെ ഗോവിന്ദ സഖാവ് പറയാണ് CPM വിശ്വാസികൾക്കൊപ്പാണ്. അപ്പോൾ വിശ്വാസമില്ലാത്ത ലക്ഷക്കണക്കിന് അണികളുണ്ടല്ലോ CPMൽ. ഓലപ്പാരാണ്ടാകുക ഗോവിന്ദ സഖാവെ? അതുകൂടി ഒന്ന് വ്യക്തമാക്കട്ടെ. CPM വിശ്വാസികൾക്കൊപ്പാണ്. വിശ്വാസമില്ലാത്ത ലക്ഷക്കണക്കിന് അണികൾ CPMലുണ്ട്. ഓൽക്കാരാണ്ടാകുക സെക്രട്ടറിയേറ്റ്? ഇത്രയും ഉളുപ്പില്ലാത്ത അതപതിച്ചൊരു പാർട്ടിയായിട്ട് CPM മാറി. സുഹൃത്തുക്കളെ, ഈ പാർട്ടി ഇനി രക്ഷപ്പെടണമെങ്കിൽ പിണറായി അവസാനിക്കണം. എങ്കിൽ മാത്രമേ CPM എന്ന പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ.